ക്രൈസ്തവ ബിഷപ്പുമാർക്കെതിരായി നടത്തിയ വിവാദ പരാമർശത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഈ പ്രസ്താവന ഏതെങ്കിലും തരത്തിൽ ബിഷപ്പുമാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രം താൻ ഖേദി പ്രകടിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രം ഈ പ്രസ്താവനയിൽ പിൻവലിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല. പൂർണ്ണമായും തന്റെ രാഷ്ട്രീയ നിലപാട് പിൻവലിക്കുന്നില്ല, അതിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കേക്ക്, വീഞ്ഞ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചതിൽ, രോമാഞ്ചം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചതിൽ ആ വാക്കുകൾ പിൻവലിക്കുന്നു. അത്തരത്തിൽ മാത്രമാണ് ഈ ഒരു പറഞ്ഞു വെച്ച നിലപാടിൽ മാറ്റമുള്ളൂ എന്നുള്ള കാര്യമാണ് സജി ചെറിയാൻ പറയുന്നത്. ക്രൈസ്തവർക്കെതിരായിട്ട് നടക്കുന്ന മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ താൻ മുന്നോട്ട് വെച്ച വാദം എന്താണോ ആ വാദത്തിൽ മാറ്റമില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്കൊപ്പം പ്രതികരിക്കാൻ ദീപ്തി വേരി മർഗീസ് കോൺഗ്രസ് പ്രവർത്തകർ നമുക്കൊപ്പമുണ്ട്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നോക്കൂ, നമ്മൾ മുൻപും സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് സമാനമായിട്ടുള്ള പരാമർശം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളതാണ്. അന്നും അദ്ദേഹത്തിന്റെ ക്ഷമാപണമോ അല്ലെങ്കിൽ പിൻവലിക്കുന്ന രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു ഖേദപ്രകടനമൊക്കെ നമ്മൾ കണ്ടത് ആ വ്യാഖ്യാനത്തെ ചൊല്ലിയായിരുന്നു. ഇന്നിപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ പൂർണ്ണമായും ഇത്തരത്തിലൊരു പരാമർശം പിൻവലിക്കുന്നില്ല, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം പിൻവലിക്കുന്നു, ഈ പറഞ്ഞ ചില വാക്കുകൾ മാത്രം പിൻവലിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സമീപനമാണോ കേരളം പ്രതീക്ഷിക്കേണ്ടത്? ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ട മുഴുവൻ ആളുകൾക്കും മനസ്സിലാകും, അദ്ദേഹം ഈ വർഷം 1-ാം തീയതി ബിഷപ്പുമാർക്കെതിരെ തൻ്റെ സ്വതസിദ്ധമായ സാധാരണ എല്ലാവരെയും ആക്ഷേപിച്ചിട്ടുള്ള മുൻകാല ചരിത്രം താങ്കൾ പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ, അത്തരത്തിൽ ആക്ഷേപിച്ചത് ജനുവരി 1-ാം തീയതി ബിഷപ്പുമാരെ ആക്ഷേപിച്ചതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിട്ടില്ല, അദ്ദേഹം ക്ഷമ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? കേക്ക്, വീഞ്ഞ് എന്ന വാക്കുകൾ, രോമാഞ്ചം എന്ന വാക്കുകൾ അത് പിൻവലിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. കേക്കും വൈനും എന്ന് പറയുന്നതൊന്നും അത്ര മോശം കാര്യമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്തായിരുന്നു? മുന്തിരി വാറ്റിയ വൈൻ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് തന്നെ ഒരു വലിയ ആക്ഷേപഹാസ്യം അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബിഷപ്പുമാരെ കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് പറഞ്ഞത്? മണിപ്പൂർ വിഷയത്തിൽ അവിടെ പോയ ബിഷപ്പുമാരൊന്നും യഥാർത്ഥത്തിൽ മണിപ്പൂർ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ തയ്യാറായില്ല, അവിടെ വെറുതെ പോയി വന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കേക്കും വൈനും രോമാഞ്ചവും ഒക്കെ അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു മസാല ഇട്ട് പറഞ്ഞതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബിഷപ്പുമാർ അവിടെ ഒരു കഥയും ഇല്ലാതെ പോയതാണ്, അവിടെ ചെന്ന് ഒന്നും ചോദിച്ചില്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചിന്തിക്കേണ്ടത്? എന്തുകൊണ്ടായിരിക്കും മണിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാർക്ക് ഈ പ്രധാനമന്ത്രി വിളിച്ച ഈ വിരുന്നിൽ പറയാൻ കഴിയാതിരുന്നത് എന്നുള്ളത് ആലോചിക്കണ്ടേ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അവിടെ ചർച്ചയ്ക്ക് പോയ ചില അച്ഛന്മാരും ചില പ്രതിനിധികളുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു മൻ കി ബാത്ത് ആയിരുന്നു. അത് സെറ്റ് ചെയ്ത് അതൊരു പ്രത്യേക രീതിയിൽ വിരുന്നിന് വിളിച്ച് അവർക്കൊന്നും തിരിച്ചു ചോദിക്കാനുള്ള അവസരമില്ലാതെ, അവർക്ക് പറയാനുള്ള പരാതികൾ പറയാനുള്ള ഒരു സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ക്രിസ്മസ് വിരുന്ന് എന്ന് പറഞ്ഞ് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദിയും BJPയും സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി വിളിക്കുന്ന ഒരു വിരുന്നിൽ ബിഷപ്പുമാർ വിളിച്ചു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും പോകും. മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ പോയല്ലോ, പ്രധാനമന്ത്രി വിളിച്ചപ്പോഴും അതുപോലെ പോയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഈ വിഷയം അവിടെ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം, അതിനുള്ള സാഹചര്യം അത് അഡ്രസ്സ് ചെയ്യണമെന്ന് നരേന്ദ്രമോദി ഉദ്ദേശിച്ചിട്ടില്ല, BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉദ്ദേശിച്ചിട്ടില്ല. ഇവർ പറയണമെന്ന് വിചാരിച്ചാൽ, ചോദിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതിന് കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ആ വിരുന്നിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി തൊട്ടു പിന്നാലെ ഒരു നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെയാണ് സജി ചെറിയാന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നത്. പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് MV ഗോവിന്ദൻ നേരത്തെ തുറന്നു പറയുകയും ചെയ്യുന്നു. ഒരു വോട്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ പ്രസ്താവന കാണുന്നവർക്കൊക്കെ അത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു വോട്ട് രാഷ്ട്രീയം, അല്ലെങ്കിൽ ന്യൂനപക്ഷം ക്രിസ്ത്യൻ വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ളൊരു പേടിയിൽ അത്തരത്തിൽ ഒരു സമീപനം നടത്തി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം നടത്തിയതിനപ്പുറത്തേക്ക് ഒരു നിലപാട് ഇപ്പോൾ സജി ചെറിയാന്റെ ഭാഗത്തുണ്ടായി എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ?
അല്ല, ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് ഒന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, പഴയ കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളോടാണ് പറഞ്ഞത്, പഴയ കാര്യങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞ് ഇക്കിളിപ്പെടുത്തേണ്ട, പറഞ്ഞതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്, അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊന്നും നിലപാടിൽ നിന്നൊന്നും ഞാൻ മാറുന്നില്ല, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്താണ് സജി ചെറിയാനെ കൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായത്? അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊന്നും അദ്ദേഹം മാറിയിട്ടില്ല. എന്നാൽ ക്ലിമ്മിസ് തിരുമേനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു, അതുപോലെ KCBCയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു. ക്ലിമ്മിസ് തിരുമേനി പറഞ്ഞിരിക്കുന്നു, സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കണോ എന്നുള്ളത് സമയമാകട്ടെ അപ്പോൾ പറയാം എന്ന് പറഞ്ഞതിൽ വിരളി പൂണ്ടിട്ട് CPMന്റെ നേതൃത്വത്തിന്റെ നിർബന്ധ പ്രകാരമാണ് സജി ചെറിയാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ക്ഷമാപണത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ അതിലെ തെറ്റു മനസ്സിലായിട്ടോ അല്ലെങ്കിൽ ബിഷപ്പുമാരോടുള്ള ആദരവ് കൊണ്ടോ അല്ല. സജി ചെറിയാൻ എന്ന രാഷ്ട്രീയക്കാരന് ബിഷപ്പുമാരോടും ക്രിസ്ത്യൻ സമുദായങ്ങളോടുള്ള ആദരവ് നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പാസ്റ്റർമാരുടെ വീടുകളിൽ സന്ദർശിച്ച്, അവിടെ പെന്തക്കോസ്ത് സഭകളുടെ യോഗങ്ങളിൽ പങ്കെടുത്ത്, അവിടെ ബിഷപ്പുമാരുടെ അരമനകൾ സന്ദർശിച്ചുകൊണ്ട് വോട്ട് നേടി ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ഒരാളാണ് സജി ചെറിയാൻ. പക്ഷേ അതൊന്നും സഭയിലുള്ളവരോ അല്ലെങ്കിൽ ബിഷപ്പുമാരോ ഒന്നും മറന്നു കാണില്ല, സജി ചെറിയാൻ മറന്നാലും. അപ്പോൾ അങ്ങനെ വന്ന ഒരാളാണ് ഇപ്പോൾ ഈ അനാദരവ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ നടത്തിയിരിക്കുന്ന പത്രസമ്മേളനം ആരോ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഗത്യന്തരമില്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതേസമയം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോഴല്ല, ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല സജി ചെറിയാനെ പോലുള്ള ഒരാൾ, ഇതുപോലെ വിടുവായത്തം പറയുന്ന ഒരു മന്ത്രി, ഒരു സാംസ്കാരിക മന്ത്രി ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുമെന്ന്. ഇത് തികച്ചും ഒരു രാഷ്ട്രീയം, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുമ്പിൽ കണ്ടുകൊണ്ട് മാത്രം, എന്നിട്ട് പോലും അത് പൂർണ്ണമായി ഒരു ക്ഷമാപണം പറയുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അനാദരവ്, ബിഷപ്പുമാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയശങ്കർ, പാതി പറഞ്ഞ വാക്കുകളിൽ ചിലത് മാത്രം, കേക്ക്, വീഞ്ഞ, രോമാഞ്ചം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ചതിൽ ഖേദം, ഏതെങ്കിലും തരത്തിൽ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, പാതി ആ പരാമർശം പിൻവലിക്കുന്നു എന്നുള്ളത് മാത്രമാണ് സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രസ്താവന. വലിയ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം സൂചിപ്പിച്ച കാര്യമാണ്. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നീട് വെളിപ്പെടുത്താമെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ മതിയോ ഒരു മന്ത്രിയുടെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതിനു ശേഷം ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ഏറ്റുപറച്ചിലോ, എന്താണ് നിർബന്ധിതമായിട്ടാണോ അദ്ദേഹം ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്തിയതെന്നൊക്കെയുള്ള ബാക്കി കാര്യം, എങ്കിൽ പോലും ഇങ്ങനെ മതിയോ കാര്യങ്ങൾ? ആർക്കാരും വേണ്ടി ഓക്കാനിക്കാം എന്നൊരു ശൈലിയുണ്ട് മലയാളം. അത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ വളരെ ശരിയാണ്. ഇദ്ദേഹം ഇതുപോലെ ഓരോ സ്ഥലത്ത് മൈക്ക് വെച്ച് ഓരോ വിടുവായത്തരങ്ങൾ പറയും. അദ്ദേഹത്തിന് മൈക്കോമാനിയ എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗമാണെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം മൈക്ക് കാണുമ്പോൾ സ്വയം മറക്കുകയും വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. സഖാവ് പിണറായി വിജയന്റെ ഒരു പഴയ ശൈലി കടമെടുത്ത് പറഞ്ഞാൽ ഈ വായു വാടകയ്ക്ക് കൊടുക്കരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഇത് ആദ്യത്തെ തവണയല്ലല്ലോ, അത് ഇന്ത്യൻ ഭരണഘടന കൊന്തോ കുടച്ചക്രം അന്വേഷിച്ച ആളാണ്. അന്ന് പുലിവാല് പിടിച്ചു, അന്ന് മാപ്പ് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഭരണഘടനയോട് വലിയ ബഹുമാനമുള്ള ആളാണെന്ന് പറഞ്ഞു, രാജിവെച്ചു, തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന സമയത്ത് തന്നെ ഗവർണർ ഇദ്ദേഹത്തെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചാണ്. അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യനിലയെ കുറിച്ച് തന്നെ നമുക്ക് സംശയമുണ്ട്. അതിന് മുമ്പ് അതിന് ശേഷം നടത്തിയ പല പരാമർശങ്ങളും കേരളത്തിൽ കൃഷിയില്ലാത്തതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വന്യവയോധികയായ മറിയക്കുട്ടിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റു പല പരാമർശങ്ങളും, ഇപ്പോഴത്തെ രോമാഞ്ചം അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു മന്ത്രിക്ക് ചേർന്നല്ലല്ലോ. ഈ തലക്ക് സ്ഥിരമില്ലാത്ത ആൾക്കാരെ വല്ല മാനസിക രോഗാശുപത്രിയിൽ പ്രവേശിപ്പിക്കണം. ഇവർ മന്ത്രിയായിട്ട് സ്റ്റേറ്റുകാരെ കയറ്റി അയക്കല്ല ചെയ്യുന്നത്. തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അവരെയും കൂടി അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. അതൊരു അത് ശരിയാണ്, തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആൾക്കാരെ അവമാനിക്കുന്നതിന് തുല്യമാണ്. ഞാൻ ആ പരാമർശം പിൻവലിക്കുന്നു. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഇതുപോലെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ ആരാണ് ഈ പ്രോത്സാഹനം നൽകുന്നത് എന്നുള്ളതാണ്. പാർട്ടിയുടെ നിലപാടല്ലെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. പക്ഷേ ഒരു CPM നേതാവ് മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു മന്ത്രിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ എന്തുകൊണ്ട് തിരുത്തി പോകുന്നില്ല? എന്തുകൊണ്ട് ആ തരത്തിലൊരു ഇടപെടൽ CPMന്റെ ഭാഗത്തു നിന്നോ LDFന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങ് സൂചിപ്പിച്ച ഒരുപാട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്തറിയുമോ, ഈ സജി ചെറിയാന്റെ പ്രസ്താവന ഇന്നലെ രാവിലെ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹത്തിന് യാതൊരു ഖേദപ്രകടനവും നടത്താൻ തോന്നിയില്ല. മാത്രമല്ല കേരള മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നല്ലോ, സജി ചെറിയാൻ പറഞ്ഞത് സർക്കാരിന്റെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല, അദ്ദേഹം വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടിരുന്നത്, അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ നവോത്ഥാന പ്രസംഗത്തിൽ ഇന്നലെ നടത്തിയത്.
അപ്പൊ ഇന്നിപ്പോ ക്ലിമ്മിയസ് തിരുമേനി അടക്കമുള്ള ആളുകൾ ഇത് ഏറ്റുപിടിക്കുകയും ഇദ്ദേഹത്തിന്റെ ക്രിസ്മസ് വിരുന്ന് ബഹിഷ്കരിച്ചേക്കും എന്ന ഒരു സംശയം ഉയർന്നു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പെട്ടെന്ന് സജി ചെറിയാന് വീണ്ടും വിചാരം ഉണ്ടായത്. അല്ലെങ്കിൽ അദ്ദേഹം ഇന്നും ഒരു പിൻവലിക്കലും നടത്തുമായിരുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തത്. ഇതുകൊണ്ടും പ്രശ്നം തീരുകയില്ല. അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ഇതിനേക്കാൾ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തും. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സഭാ സുതാര്യതാ സമിതി പ്രതിനിധി ഷൈജു ആന്റണി കൂടി ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പമുണ്ട്. ശ്രീ ഷൈജു, എന്തായാലും സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അങ്ങ് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മണിപ്പൂർ വിഷയത്തിൽ നിലപാട് മാറ്റുന്നില്ല, പറഞ്ഞ വാക്കുകളിലുള്ള വാക്കുകൾ മാത്രം തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അതും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ബിഷപ്പുമാരെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതിൽ തൃപ്തരാണോ നിങ്ങൾ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ മണിപ്പൂർ വിഷയത്തിൽ ബിഷപ്പുമാർ ഈ വിഷയം ശക്തമായി പ്രധാനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചില്ല എന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം അത് LDF ഉയർത്തിയത് വളരെ നന്നായി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാൽ ആ രാഷ്ട്രീയ പ്രശ്നം ഉയർത്തുന്ന സമയത്ത് ഈ മാന്യമല്ലാത്ത ഭാഷാ പ്രയോഗം നടത്തിയത് ആ രാഷ്ട്രീയ പ്രശ്നത്തിന്റെ ശോഭ കെടുത്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നം യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ആരെങ്കിലും പറയണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ ബിഷപ്പുമാര് ഇതിനു മുമ്പ് ഇവിടെ പോയപ്പോഴും അല്ലാതെ പോയപ്പോഴും പോയപ്പോഴും ഒക്കെ യഥാർത്ഥത്തിൽ വളരെ ഈ സമൂഹത്തിലെ നീറുന്നൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറയാൻ UDF ഒരു നേതാക്കൾക്ക് പോലും ധൈര്യമില്ല എന്ന് ഓർക്കണം. LDF നേതാക്കൾക്ക് അത് പറയാനുള്ള ധൈര്യം കാണിച്ചതിന് തന്നെ അവരെ സല്യൂട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നാൽ അത് കാണിച്ച സമയത്ത് ഈ അനാവശ്യമായ ഒരു ബാലിശമായ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയത് കൊണ്ട് ഒരു വളരെ സീരിയസ് ആയ ഒരു പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കാനും ആ പ്രശ്നത്തെ സൈഡ് ലൈൻ ചെയ്തിട്ട് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. അത് വലിയ മണ്ടത്തരമാണ്. അത്തരം കാര്യങ്ങളൊക്കെ LDF നേതാക്കൾ തിരുത്തേണ്ടതാണ്. അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പൊതുസമൂഹത്തിന് എല്ലാ സമയത്തും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു മന്ത്രി ഒരു പ്രസ്താവന നടത്തുമ്പോൾ മന്ത്രിയുടെ വ്യക്തിപരമായ സംസ്കാരത്തിനനുസരിച്ചല്ല പ്രസ്താവന നടത്തേണ്ടത്. കേരളത്തിലെ ജനത്തിന് ഉതകുന്ന ഒരു സംസ്കാരത്തിനനുസരിച്ചുള്ള ഒരു പ്രസ്താവനയാണ് ആ മന്ത്രി നടത്തേണ്ടത്. അപ്പൊ ആ മന്ത്രി ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നു. ആ വിഷയം പറയുന്ന സമയത്ത് ആ വിഷയത്തിനേക്കാൾ ഉപരി ആ മന്ത്രിയുടെ അപക്വമായ വാചകങ്ങളും അപക്വമായ കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ വളരെ ബാലിശമായ പദപ്രയോഗങ്ങൾ നടത്തി ആ വിഷയത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ LDF എന്ത് പറയാൻ ആഗ്രഹിച്ചോ ആ പറയാൻ ആഗ്രഹിച്ചതെന്ന് കേരളത്തിലെ ജനസമൂഹത്തിലേക്ക് എത്തുന്നേയില്ല. മറിച്ച് ഇദ്ദേഹം പറഞ്ഞ ഈ ബാലിശമായ പദപ്രയോഗങ്ങൾ മാത്രമാണ് എത്തുന്നത്. അത് അവർ തന്നെ തിരുത്തേണ്ടതാണ്. ഇതിനു മുമ്പ് MM മണിയുടെ പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ട്. സജി ചെറിയാന്റെ തന്നെ ഇതിനു മുമ്പ് പലവട്ടം പല സമയത്തും അപക്വമായ വളരെ മോശമായ പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ വീണ്ടും ഒരു പ്രസ്താവന കൂടി കേൾക്കേണ്ടി വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷെ അത് വളരെ സീരിയസ് ആയ ഒരു വിഷയം. ഒരു കാര്യം കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ചില കാര്യങ്ങളുണ്ട്, അതായത് മണിപ്പൂർ വിഷയത്തിൽ രാഷ്ട്രീയ നിലപാട് താൻ പിൻവലിക്കുന്നില്ല, ചില കാര്യങ്ങളുണ്ട് അത് പിന്നീട് പറയാമെന്നാണ്. അതെന്താണെന്നതിനെ പറ്റി എന്തായിരിക്കാമെന്നതിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? അതെന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ തന്നെ ബിഷപ്പുമാർക്ക് ഇത് അരോചകമായി. ബിഷപ്പുമാരെല്ലാവരും കൂടി അവിടെ ഇതൊക്കെ വിളിച്ചു വലിയ പ്രഷർ കൊടുത്തിട്ടുണ്ട്. ആ പ്രഷറിന്റെ നടുവിൽ ഇദ്ദേഹം ബിഷപ്പുമാർക്കെതിരെ പറഞ്ഞ പദപ്രയോഗം പിൻവലിക്കേണ്ടി വരുന്നു. അപ്പോഴും മണിപ്പൂർ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമാണ്. അതൊരു ശരിയായ രാഷ്ട്രീയ വിഷയമാണ്. ആ വിഷയം ശരിയായി അവതരിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത് വലിയൊരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണെന്ന് ഞാൻ പറയുന്ന. ഒരു മന്ത്രിമാർ പോലും ഈ ബിഷപ്പുമാരെ പേടിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പൊ എത്തിയില്ലേ? അതിന്റെ കാരണക്കാരനെ ഇദ്ദേഹം തന്നെയല്ലേ കൊണ്ടുപോയി വടിയിട്ട് കൊടുക്കും. ഇദ്ദേഹത്തിനൊരു ബിഷപ്പിനെ കുറിച്ച് ഒരു മന്ത്രി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായി സംസാരിച്ചാൽ എന്താണ് കുഴപ്പം? മാന്യമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മാന്യമായി നിലപാടെടുക്കുകയും ചെയ്യാമായിരുന്നല്ലോ. എന്നിട്ട് അത് അദ്ദേഹം എടുക്കുന്നില്ല. എന്ത് ബാക്കി കാര്യം പിന്നീട് പറയാം. അത് ഇപ്പോഴത്തെ ജാള്യത മറയ്ക്കാൻ വേണ്ടി വെറുതെ ഒരു നമ്പർ 2 എന്നുള്ളതിന്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് വിഷയത്തിൽ തുടരുന്നുണ്ട്.
ശ്രീമതി ദീപ്തി മേരി വർഗീസ്, അതായത് ഇപ്പോൾ സജി ചെറിയാൻ കാണിക്കുന്ന മറ്റൊരു കാര്യം പ്രതിപക്ഷം ഈ വിഷയത്തെ മുതലെടുക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ, ഈ തരത്തിലുള്ള പ്രതികരണം നടത്തുമ്പോൾ പിന്നീട് അത് പ്രതിപക്ഷം മുതലെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അദ്ദേഹം തന്നെ ഇട്ടുകൊടുക്കുകയല്ല, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഇങ്ങനെ പരാമർശം നടത്തുമ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്രീ ഷൈജു ആന്റണിയും അതേപോലെ തന്നെ സംസാരിക്കുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് ഞാൻ അതിനൊരു മറുപടി പറയുകയാണ്. ഈ മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും ആദ്യം പ്രതികരിച്ചതും മണിപ്പൂർ പോയി വിസിറ്റ് ചെയ്യാൻ തയ്യാറായതും ശ്രീ രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ അവിടുത്തെ ഈ പീഡനം അനുഭവിച്ച സ്ത്രീകളടക്കമുള്ള കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ അവർ നെഞ്ചിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ആ സമയത്തൊന്നും BJPയുടെ ഒരു നേതാവോ CPMന്റെ ഏത് നേതാക്കന്മാരാ പോയത്? അപ്പോൾ കോൺഗ്രസ് അവിടെ എല്ലാ തരത്തിലും ഇടപെടേണ്ട രീതിയിൽ ഇടപെടുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ ഭരണത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ അകത്ത് ഒരു പ്രതിപക്ഷ സംഘടന എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അകത്ത് പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ സുവ്യക്തമായ നിലപാടാണ് കോൺഗ്രസ് മണിപ്പൂർ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കോൺഗ്രസ് ഇടപെട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ഞാൻ പരാമർശിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ശ്രീ സജി ചെറിയാനെ പോലെയുള്ള ഒരു സാംസ്കാരിക മന്ത്രി ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ ഒരു അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ജോലി എളുപ്പമാകുമെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ചട്ടി എടുത്തുകൊണ്ട് പിച്ചയെടുത്ത് പ്രതീകാത്മകമായി പിച്ചയെടുത്ത് പെൻഷൻ കിട്ടാത്ത 2 അമ്മമാർ വഴിയിലിറങ്ങിയപ്പോൾ, തെരുവിലിറങ്ങിയപ്പോൾ മറിയക്കുട്ടി തുള്ളുന്നു എന്ന് പറഞ്ഞ ഒരു മന്ത്രിയായത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ അവരെ പോയി കാണേണ്ടതിന് പകരം എത്ര അഹങ്കാരത്തോടെയാണ് പറഞ്ഞത് മറിയക്കുട്ടി തുള്ളുന്നു എന്നും മറ്റു പല രീതിയിലും മോശമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ പിന്നെ മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ കാലത്തും ഇതുപോലെയുള്ള പരാമർശങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ നടത്തിയിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പുണ്ടായ സംഭവമല്ലേ വിഴിഞ്ഞത്ത് നടന്നത്. വിഴിഞ്ഞത്ത് സമരം നടത്തിയ മത്സ്യത്തൊഴിലാളികളായ അതിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഫാദർ പെരേര ഉൾപ്പെടെയുള്ളവർ അവിടെ സമരം ചെയ്തു കഴിഞ്ഞപ്പോൾ അദാനിക്ക് വേണ്ടി BJPയുടെ കൂടെ കൈകോർത്തു നിന്ന് സമരം ചെയ്ത സമയത്ത് ഈ വൈദികനെ തീവ്രവാദി എന്ന് വിളിച്ച നേതാക്കന്മാരാണ്. അതേപോലെ തന്നെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് അങ്ങനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സമരം ചെയ്ത ഒരു വൈദികനെ ഉൾപ്പെടെ തീവ്രവാദി എന്ന് വിളിക്കുന്നു, അദ്ദേഹത്തെ കേസിൽപ്പെടുത്തുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കാൻ നോക്കുന്നു. ഇതെല്ലാം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. രൂപതയെ വളരെ മോശമായി കൊണ്ടുകൊണ്ട് രൂപത എന്ന് പറഞ്ഞ പഴയ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി, ഈ മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയ MA ബേബി, അതിനുശേഷം എന്താണ് CPMന് നേരിടേണ്ടതായിട്ട് വന്നത്? ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം തെരഞ്ഞെടുപ്പിന്റെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സജി ചെറിയാൻ നടത്തിയ ഈ വാർത്താ സമ്മേളനം ഏത് തരത്തിൽ പ്രീണനമെന്നോ എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സജി ചെറിയാൻ ഇപ്പോൾ പറഞ്ഞ ഈ വിഷയത്തിൽ ജോസ് കെ മാണിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചൊരു ചോദ്യവുമുണ്ട്. LDFലേക്ക് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള സഭാ വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ എന്തൊക്കെയോ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, പരിമിതികൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ജോസ് കെ മാണിയുടെ നേരത്തെ പ്രതികരണം കേട്ട് താങ്കൾക്കും അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് സത്യത്തിൽ ജോസ് കെ മാണിയെ പോലുള്ള ഒരാൾ പ്രതികരിക്കേണ്ട രീതിയിലാണോ പ്രതികരിച്ചിരിക്കുന്നത്? ഒരു സഭാ നേതൃത്വത്തെക്കുറിച്ച് ഏറ്റവും അധികം സഭയും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൻ്റെ വക്താക്കൾ എന്നുള്ള ഭാവേന കാര്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മിണ്ടാൻ കഴിയുന്നില്ല ഇപ്പോൾ. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞല്ലോ, ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ചൊന്ന് പറയുവാൻ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായില്ലല്ലോ. കേരള കോൺഗ്രസ് തയ്യാറായോ? ഇപ്പോൾ തന്നെ പറയുന്നത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു ശക്തമായിട്ട് ആ ബിഷപ്പുമാരുടെ അവർക്കുണ്ടായ വേദന മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ പരിഹസിച്ചതിനെതിരായിട്ട് ഒരു വാക്ക് പറയുവാൻ തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പോഴും തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇതിനു മുൻപ് കഴിഞ്ഞ 2 ദിവസമായിട്ടും തയ്യാറാകുന്നില്ല. അത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരാളും തയ്യാറായിട്ടില്ല. ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും തയ്യാറായിട്ടില്ല. അതിനു പകരം അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒരു പ്രതികരണമാണ് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ ഇവിടെ
നടത്തിയിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് അത്തരത്തിലേ കഴിയൂ. അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം CPM പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന LDF മുന്നണിയിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നോക്കിയും കണ്ടും മാത്രമേ പ്രതികരിക്കാൻ കഴിയുള്ളൂ. പണ്ട് UDF-ലായിരിക്കുമ്പോൾ പറയുന്നത് പോലെ സ്വതന്ത്രമായിട്ട് പറയാനുള്ള അനുവാദമൊന്നും LDF-ലില്ല. അവിടെ പിണറായി വിജയൻ പറയുന്നത് അനുസരിച്ച് മാത്രമുള്ള എന്നുള്ളതാണ്. ഞാൻ ഒന്ന് ഷൈജു ആന്റണിയിലേക്ക് കൂടെ പോവുകയാണ്, സമയക്കുറവുള്ളത് കൊണ്ടാണ്. ഷൈജു ആന്റണി, ഇവിടെ ഇപ്പോൾ എന്തായാലും ഈ തരത്തിൽ സജി ചെറിയാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുന്ന അടുത്ത വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി CPM-ൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സഭാതലത്തിൽ നിന്നൊക്കെ ഇനി വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞതേ, ഇതിനകത്ത് സഭാതലത്തിൽ അവർ പ്രതിഷേധിക്കാൻ സാധ്യതയുള്ളത് മിക്കവാറും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അവരെല്ലാവരും വിളിക്കും. അവർ വിളിച്ച് ഇത് പിൻവലിക്കണം അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് അത് പിൻവലിക്കുമായിരിക്കും. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ജോസ് കെ മാണിക്ക് വിലക്ക് വീണതുപോലെ സജി ചെറിയാനും ഈ ഒരു വിലക്ക് വീണു. ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാതിരിക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ജോസ് കെ മാണിക്കാരൻ ഇങ്ങനെയൊന്നും പ്രതികരിച്ചാൽ പോരാ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. സഭയുടെ പ്രസ്ഥാനം എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നതാണ്. സഭയുടെ അകത്തുള്ള കത്തോലിക്ക കോൺഗ്രസിന് തുല്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ആ പ്രസ്ഥാനം വളർന്നു വന്നത്. എന്നിട്ട് ആ പ്രസ്ഥാനം ഒരു ബിഷപ്പിനെ കുറിച്ച് ഇത്ര മോശമായ ഒരു പ്രതികരണം ഉണ്ടായ സമയത്ത് ആ വിഷയം എന്തുമാകട്ടെ, പക്ഷെ പറഞ്ഞത് ഒരു ബിഷപ്പിനെ കുറിച്ച് തന്നെയാണ്. അത്ര മോശമായ ഒരു പ്രതികരണം ഉണ്ടായ സമയത്ത് വളരെ കാഷ്വലായിട്ട് അയ്യോ അത് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞൊഴിയേണ്ട ഒരു അവസ്ഥ